പെരിയാറിന്റെ തീരത്താണ് ഉള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിക്കുന്ന ശക്തമായ മഴയുടെ ഫലമായി പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ ഇതുവഴിയാകും ഡാമിലെ ജലം ഒഴുകിയെത്തുക. നിലവിൽ അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 135.75 അടിയായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കുമളിയിലും തേക്കടിയിലുമെല്ലാം നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതിന്റെ ഫലമായി ജലനിരപ്പ് ക്രമമായി ഉയർന്നു വരുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. 136 അടിയായാൽ ഡാം തുറക്കുകയും ജലം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യമുണ്ട്. ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം 136 അടിയാണ് ഡാമിൽ ശേഖരിക്കാൻ കഴിയാവുന്ന പരമാവധി ജലനിരപ്പ്. ഈ ഘട്ടത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നതിന്റെ ഫലമായി ഡാം തുറക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ, ജാഗ്രതാ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ള നിരവധി കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തീരദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമല്ല എന്നാണ് പൊതുവിൽ അഭിപ്രായം പറയുന്നത്. പലരും 2022 അനുഭവം വെച്ചുകൊണ്ട് വലിയ അളവിൽ പെരിയാറിലെ ജലനിരപ്പ് ഡാം തുറന്നാൽ ഉയരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പല കുടുംബങ്ങളും അഭിപ്രായപ്പെടുന്ന സാഹചര്യവുമുണ്ട്. ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്ന അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 800-ലധികം കുടുംബങ്ങളെ ഈ ഘട്ടത്തിൽ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഡാം തുറക്കുന്നത് എന്നാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. 2 ദിവസം മുമ്പാണ് 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ ഡാം തുറക്കുമെന്ന മുന്നറിയിപ്പ് തമിഴ്നാട് ഭരണകൂടം ഇടുക്കി ജില്ലയ്ക്ക് അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇരു ഭരണകൂടങ്ങളും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത് പകൽ സമയത്ത് മാത്രമേ ഡാം തുറക്കാവൂ എന്നുള്ള കാര്യമാണ്. മുൻകാലങ്ങളിൽ രാത്രികാലങ്ങളിൽ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പല അപകട സാഹചര്യങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ആ തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ ഏറ്റവും പുലർച്ചെ ലഭിക്കുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 135.5 അടിയാണെങ്കിൽ ഉച്ചയോടെയാകുമ്പോഴേക്കും അത് 2.5 അടിയോളം ഉയരുന്ന സാഹചര്യമുണ്ടായി. അവസാനമായി ലഭിക്കുന്ന കണക്കുകളിൽ 135.75 ആണ് ജലനിരപ്പ്. അത് പ്രകാരം വളരെ കുറഞ്ഞ അടി ഉയരത്തിൽ മാത്രം ജലം ലഭിച്ചാൽ ഇനി ഡാം തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് കടക്കും എന്നുള്ള നിലയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാത്തരം ജാഗ്രതാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് ഡാം തുറക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ശക്തമായ മഴ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇനി ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ രാത്രിയാണ് 136 അടിയിലേക്ക് ഡാമിലെ ജലനിരപ്പ് എത്തുന്നതെങ്കിൽ അതൊരു പ്രതിസന്ധിയിലേക്കും എത്താനുള്ള സാഹചര്യമുണ്ട്. പകൽ സമയം മാത്രമേ ഡാം തുറക്കാൻ ഈ ഘട്ടത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടവും തമിഴ്നാടും തീരുമാനിച്ചിട്ടുള്ളൂ. ഏതായാലും കടുത്ത ജാഗ്രതയിലാണ് ഇടുക്കി ജില്ലയും പെരിയാറിന്റെ തീരവും. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.